പല രാജ്യങ്ങളിലും നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആണ്. ഇപ്പോൾ US പോയാലും കാനഡയിൽ പോയാലും ഇവിടെയൊക്കെ UK ആണെങ്കിലും പല സ്ഥലത്തും നമുക്കൊരു ഡീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് റിയാൽട്ടർ വഴി മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഐ ക്യാൻ ഡയറക്ട്ലി സെൽ ടു എനി വൺ. ദുബായിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ദുബായിൽ എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം? ദുബായിൽ നമുക്ക് സിസ്റ്റം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. പ്രിലിമിനറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രിലിമിനറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഡയറക്റ്റ് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ അതിന് ബിറ്റ്വീൻ ഏജൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എന്നെ പോലുള്ളൊരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ പറഞ്ഞ ഷോബയോ ഡമാക്കോ എംആർഒ എവിടെ വേണമെങ്കിലും നേരിട്ട് പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പക്ഷെ അത് റീസെയിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ സഹായം അവിടെ കൂടിയേ തീരുള്ളൂ. കാര്യം അതിൻ്റെ ഇപ്പം അവിടുത്തെ പരസ്യങ്ങൾ ചെയ്യാനാണെങ്കിൽ പോലും അവിടെ അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടെ ആധാര എഴുത്തുകാർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ചെയ്യുന്ന പണി മുഴുവൻ അവിടെ ചെയ്യുന്നത് ദുബായ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സാണ്. സോ ദുബായ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടൊരു സംഭവമല്ല. വളരെ എക്സാമൊക്കെ പാസ് ചെയ്ത് അതിന് കൃത്യമായിട്ട് ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് ഒരു കമ്പനി തുടങ്ങണയൊക്കെ പാടാണ് അവിടെ ഒരു ദുബായ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ലൈസൻസ് കിട്ടാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് പോലീസ് വെരിഫിക്കേഷൻ എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരാളുകളുടെ സഹായത്തോടെ മാത്രമാണ് ഇത് റീസെല് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാതെയും പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരുടെ ഒരു അപ്പർ ഹാൻഡ് കിടക്കുന്നത്. അപ്പോൾ വിൽക്കാനായിട്ട് അതുപോലെ തന്നെ തോന്നിയ പോലെ 100 ഏജൻറ്റുമാരെ 200 ഏജൻറ്റുമാരെ ഒന്നും നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ദുബായിൽ ഏൽപ്പിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് പരമാവധി 3 ബ്രോക്കേഴ്സിനെ, ആ 3 ബ്രോക്കേഴ്സിന് നമ്മൾ എഗ്രിമെൻറ്റ് കൊടുത്ത് NOC കൊടുത്ത് ആ 3 ബ്രോക്കേഴ്സിന് മാത്രമായിരിക്കും ആ പ്രോപ്പർട്ടി സെല് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ദുബായിൽ ഉണ്ട്. പക്ഷേ പ്രിലിമിനറി മാർക്കറ്റിൽ ഈ പറഞ്ഞ ലിമിറ്റേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. എങ്ങനെയാണ് ഒരു ട്രസ്റ്റഡ് ബിൽഡറെ തിരഞ്ഞെടുക്കുക? ഇപ്പോൾ ഇവിടെ നമുക്ക് പേര് കേട്ട് നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പം പേര് കേട്ടിട്ട് ഓക്കെ ഇന്ന ബിൽഡർ ഇഷ്ടംപോലെ പരസ്യം കാണുന്നുണ്ട്, ട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചാണല്ലോ നമ്മൾ പലരും വാങ്ങിക്കുന്നത്. ദുബായിലും ഇത് തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ അല്ലേ? ദുബായിലും ബ്രാൻഡിങ്ങിന് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മളെപ്പോഴും നോക്കുക അവിടെ ബിൽഡേഴ്സിനെ തന്നെ 2-3 തരത്തിൽ തരംതിരിക്കും. ഗവൺമെൻറ് ബിൽഡേഴ്സ്, സെമി ഗവൺമെൻറ് ബിൽഡേഴ്സ്, പ്രൈവറ്റ് സെക്ടർ ബിൽഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കും. ഞാനെപ്പോഴും പറയാം, ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിലാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റോ സെമി ഗവൺമെൻറ്റോ ഒന്നും നോക്കണ്ട. പക്ഷേ ഒരു ടോപ്പ് 10 നിൽക്കുന്ന ബിൽഡേഴ്സ് അവരുടെ ഹിസ്റ്ററി നോക്കുക. ഇപ്പോൾ ടോപ്പ് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് ബിൽഡർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, MR ആണ്. നമ്മുടെ ബുർജ് ഖലീഫ ഉൾപ്പെടെ പണിത MR ആണ് അവിടുത്തെ ഫസ്റ്റ് ബിൽഡർ. സെക്കൻഡ് ബിൽഡർ ഡമാക്കാണ്. തേർഡ് ബിൽഡർ ബിങ്കാട്ടിയാണ്. ഫോർത്ത് ബിൽഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അഭിമാനമായിട്ടുള്ള ശോഭയാണ് ഫോർത്ത് ബിൽഡർ. അങ്ങനെ പോകും. അപ്പോൾ ഒരു ടോപ്പ് 10 നിന്നൊക്കെ മേടിക്കാനാണ് ഞാനെപ്പോഴും അഡ്വൈസ് ചെയ്തത്. കാര്യം നമുക്ക് എപ്പോഴും എക്സിറ്റ് പ്ലാൻ വേണം. ഇപ്പോൾ അവിടെ എൻട്രി പ്ലാൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, എക്സിറ്റ് പ്ലാനും കൂടി വേണം. ഇപ്പം ഏറ്റവും കൂടുതൽ മലയാളികൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലാഭം, അതായത് ഇപ്പോൾ എനിക്ക് എന്ത് ഓഫർ കിട്ടുന്നു, ഇപ്പോൾ എനിക്ക് എന്ത് വിലക്കുറവ് കിട്ടുന്നു എന്ന് നോക്കിയിട്ട് ബ്രാൻഡിങ് ഒന്നും നോക്കാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് മേടിക്കുന്ന ആളുകൾ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്ന ഈ പ്രോപ്പർട്ടീസിന് കിട്ടുന്ന ഒരു ക്യാപിറ്റൽ അപ്രിഷിയേഷൻ അതിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയി മേടിക്കുന്നത്. അവന് ഇപ്പോഴത്തെ ലാഭം മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ ലാഭമല്ല നോക്കേണ്ടത്. നമ്മളൊരു പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ഒരു എക്സിറ്റ് പ്ലാൻ വേണം. നാളെ നമ്മളത് 4 കാശിനെ എങ്ങനെ വിൽക്കാം, അവിടെ ഇൻവെൻട്രിയുടെ ഇത് നോക്കണം. അതായത് നമ്മളിപ്പോൾ മേടിക്കുന്ന സ്ഥലത്ത് ഇനി വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്താണ്, ഇനി ആ പരിസരത്ത് തന്നെ ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇനി വരാൻ പോകുന്നുണ്ടോ. അപ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടി മെച്യൂറായി റെഡി ടു ഓക്യുപ്പൈ ആവുന്ന സമയത്ത് അതേ റേറ്റിൽ ചുറ്റിലും പുതിയ പ്രോപ്പർട്ടി വന്നു കിടന്നു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ മേടിക്കോ അവരുടെ മേടിക്കോ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്ത് ബ്രാൻഡ് വാല്യൂ ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ ഈ പറയുന്ന ലാഭമെല്ലാം കിട്ടുക. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലെ പരസ്യം കണ്ട് അവിടെ പോയി വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും. ഇപ്പോഴും ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്ത ശേഷം മാത്രമേ ദുബായിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ദുബായിൽ നിങ്ങൾ കാല് കുത്തുന്ന സമയം തൊട്ട്, ഇത് ഒരുപാട് തവണ ദുബായി പോയിട്ടുണ്ടാവും, ദുബായ് എയർപോർട്ടിൽ കാല് കുത്തുന്ന സമയം തൊട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങളായിരിക്കും. ഈവൻ മാളിൽ പോയാൽ പോലും അവിടെ നിങ്ങൾ അപ്രോച്ച് ചിലപ്പോൾ ഒരു 1-2 റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് വന്നിട്ട് ഒന്ന് വരൂ നമുക്ക് ഒരു പ്രോപ്പർട്ടിയെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തു നിന്നൊക്കെ പോയി നിങ്ങൾ കണ്ണടച്ച് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടങ്ങളിലേക്ക് വരും.